കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയുടെ പ്രദർശനം തടഞ്ഞ വിധിക്കെതിരെ അപ്പീൽ അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക സിറ്റിംഗ് രാത്രി 7:30-ക്കാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വളരെ അടിയന്തര പ്രാധാന്യമുള്ളൊരു കേസായതുകൊണ്ടാവുമല്ലോ രാത്രി തന്നെ ഈ കേസ് പരിഗണിക്കുന്നത്. രാത്രി 7:30-ക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ അപ്പീൽ പരിഗണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ രേഷ്മ. 2 മണിയോടുകൂടിയാണ് കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് എന്ന സിനിമയുടെ പ്രദർശനം താൽക്കാലികമായിട്ട് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നത്. തുടർന്നാണ് ഉടൻ തന്നെ അപ്പീൽ നൽകാനായിട്ടുള്ള ശ്രമങ്ങളും നടപടികളുമായിട്ട് നിർമ്മാതാക്കൾ ആ ഒരു ശ്രമം ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്, അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. രാത്രി 7:30-ക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ പരിഗണിക്കുക. ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക സിറ്റിംഗ് നടത്തും. ജസ്റ്റിസുമാരായിട്ടുള്ള സുശ്രുത് ധർമാധികാരി, അതോടൊപ്പം തന്നെ VM ശ്യാംകുമാർ, ഇവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ അപ്പീൽ പരിഗണിക്കുന്നത്. അതായത് കൃത്യമായിട്ട് കാരണങ്ങളൊന്നും തന്നെ ബോധ്യപ്പെടാതെയാണ് സിംഗിൾ ബെഞ്ച് ഈ സിനിമയുടെ പ്രദർശനം തടഞ്ഞത്. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം നിർമ്മാതാക്കൾ എന്നുള്ള നിലയിൽ തങ്ങൾക്കുണ്ടാകും. നേരത്തെ CBSE, അതായത് സെൻസർ ബോർഡ് കൃത്യമായി ഈ പ്രദർശനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അനുമതി അല്ലെങ്കിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നുള്ളതാണ് വാദമായിട്ട് നിർമ്മാതാക്കൾ അപ്പീലിലടക്കം ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് റദ്ദാക്കണം, അടിയന്തരമായിട്ട് ആ സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിർമ്മാതാക്കൾ അപ്പീലിലൂടെ ഉന്നയിക്കും. എന്തായാലും ഈ വിഷയത്തിൽ, കാരണം നാളെയാണ് റിലീസിങ്ങിനുള്ള തീയതി, ഇന്ന് ഇത് തടഞ്ഞിരിക്കുന്നത് 15 ദിവസത്തേക്കാണ്. അത് മാത്രമല്ല, വീണ്ടും ഈ സിനിമ CBSE അല്ലെങ്കിൽ സെൻസർ ബോർഡ് കണ്ട് നേരത്തെ ഹർജിക്കാർ നൽകിയിട്ടുള്ള പുനഃപരിശോധന അപേക്ഷ പരിഗണിച്ച് അതിൽ എല്ലാ കക്ഷികളുടെയും വാദങ്ങളും അവരുടെ അഭിപ്രായവും ഒക്കെ കേട്ട ശേഷം തീരുമാനമെടുക്കാനായിട്ടുള്ള നിർദ്ദേശവും സിംഗിൾ ബെഞ്ച് നൽകിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അടിയന്തരമായിട്ട് തന്നെ അപ്പീൽ നൽകാനായിട്ടുള്ള നടപടികൾ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇന്ന് രാത്രി 7:30-ക്ക് തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പ്രത്യേക സിറ്റിംഗിലൂടെ ഈ അപ്പീൽ പരിഗണിക്കും. വിനോദ്, അതെ, വളരെ വ്യക്തമാണ്. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് സിനിമയുടെ പ്രദർശനം തടഞ്ഞ വിധിക്കെതിരായ അപ്പീൽ അടിയന്തരമായി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയിൽ പ്രത്യേക സിറ്റിംഗ് ആണ് രാത്രി 7:30-ക്ക്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അപ്പീൽ പരിഗണിക്കുന്നു. നേരത്തെ സിംഗിൾ ബെഞ്ചാണ് ഇത് തടഞ്ഞുകൊണ്ടുള്ളൊരു ഉത്തരവ് നൽകിയത്. ഇതിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ അപ്പീലാണ് ഇന്ന് രാത്രി 7:30-ക്ക് പരിഗണിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ.